നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ് ഒളിവിലുള്ള പോലീസുകാർക്കായി തിരച്ചിൽ തുടരുന്നു. ലുക്കൌട്ട് സർക്കുലർ ഉടനെ ഇറക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന കെ ഷൈജിത്ത്, കെ സനിത് എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുക. സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷിനെതിരെയും ലുക്കൌട്ട് സർക്കുലർ വരും. 3 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അന്വേഷണ സംഘം ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കളിൽ നിന്ന് പോലീസ് വിവരം തേടിയിട്ടുണ്ട്. സസ്പെൻഷൻ ഉത്തരവിന് പിന്നാലെയാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒളിവിൽ പോയത്. എറണാകുളം തൊടുപുഴയിൽ റബ്ബർ തോട്ടത്തിലെ ഷെഡിന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മേത്തൊട്ടി കൈതക്കണ്ടത്തിൽ ജോസഫാണ് മരിച്ചത്. ഇയാൾ പൂമാലയിലെ ഒരു പുരയിടം നോക്കി നടത്തുകയായിരുന്നു. തോട്ടത്തിലെ ഷെഡിലായിരുന്നു താമസം. പൂമാല ടൗണിൽ എത്തിയിട്ട് തിരികെ ഷെഡിലേക്ക് നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണതാകാമെന്ന് പോലീസ് പറഞ്ഞു. ഹൃദയാഘാതമാണ് മരണകാരണം. ബിനോയ് വിശ്വത്തെ തള്ളിപ്പറയുന്ന ശബ്ദരേഖ വൈറലായതോടെ ഖേദം പ്രകടിപ്പിച്ച് CPI നേതാക്കൾ. ബിനോയ് വിശ്വത്തെ വിമർശിച്ച് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ശബ്ദരേഖ പുറത്തു വന്നത് വിവാദമായതോടെ ഖേദപ്രകടനവുമായി CPI നേതാക്കൾ രംഗത്ത്. കമല സദാനന്ദനും KM ദിനകരനുമാണ് ബിനോയ് വിശ്വത്തോട് ഖേദം പ്രകടിപ്പിച്ചത്. വിവാദത്തോട് ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നടപടികളിലും നിലപാടുകളിലും കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന നേതാക്കളുടെ സംഭാഷണത്തിലുണ്ടായിരുന്നത്. സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനുമാണ് വിമർശനം ഉന്നയിച്ചത്. പറവൂർ മേഖലയിലെ വിഭാഗീയതയുടെ ബാക്കി എന്ന നിലയിൽ പുറത്തു വന്ന ശബ്ദരേഖ സംസ്ഥാന നേതൃത്വം കാണുന്നതും വളരെ ഗൗരവത്തോടെയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തം ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്രം. അപകട കാരണം എന്തെന്ന് കണ്ടെത്തുന്നതിനൊപ്പം ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കമ്മിറ്റി പരിശോധിക്കും. ഫ്ലൈറ്റ് ഡേറ്റ, കോക്പിറ്റ് വോയിസ് റെക്കോർഡുകൾ, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് റെക്കോർഡുകൾ, ATC ലോഗ്, സാക്ഷികളുടെ മൊഴികൾ എന്നിവയുൾപ്പെടെ എല്ലാ രേഖകളും സമിതി പരിശോധിക്കും. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സമർപ്പിക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കും കമ്മിറ്റിയുടെ തലവൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത പ്രതിനിധികളെയും സമിതിയിൽ ഉൾപ്പെടുത്തും.